എൻ്റെ ആദ്യത്തെ സന്തതി, എൻ്റെ ആദ്യത്തെ കുട്ടി ജനിച്ച് അവന് സ്കൂളിൽ പോകാൻ തുടങ്ങിയ ആദ്യ ദിവസങ്ങൾ ഏതൊരാളുടെയും ഉള്ളിൽ കുറേ മോഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും. സ്കൂളിൽ ക്ലാസ്സിലും പഠനത്തിലും ഒന്നും ഒട്ടും താല്പര്യം കാണിക്കാതെ അവൻ വളരെ ഡിസ്റ്റേബിഡായി വീട്ടിൽ നിന്ന് കണ്ണ് നിറച്ച് വണ്ടിയിൽ കയറുന്നത് കാണുമ്പോൾ കുറേ വർഷങ്ങളായി ജൂൺ മാസത്തിലെ കുട്ടികളുടെ കണ്ണീരും കരച്ചിലും കണ്ടൊരു വ്യക്തി എന്ന നിലക്ക് ഇത് ആ കരച്ചിലല്ലെന്നും എന്തോ ഒരു പ്രശ്നമുണ്ടെന്നും എനിക്കറിയാമായിരുന്നു. അവൻ്റെ ഗുരുനാഥയുടെ എൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ ഇടപെടലുകളിലൂടെ അവസാനം ഞങ്ങളൊരു ഫൈൻഡിങ്ങിലേക്ക് എത്തി. അവനെന്തോ ഇത്തിരി കാഴ്ച തകരാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന വളരെ ബഹുമാനനായ എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്ത് ഒരു ഒപ്താലമോളജിസ്റ്റിൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹം അത്യാവശ്യം നല്ല പവറുള്ളൊരു ഗ്ലാസ്സാണ് എഴുതിയത്. അവൻ കണ്ണട വെച്ച് സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന ആ വൈകുന്നേരം അവൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്നറിയാൻ സ്കൂളിൽ നിന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് ഞാൻ കാത്തിരുന്നു. വന്നപ്പോൾ സ്കൂൾ വിശേഷം പറഞ്ഞപ്പോൾ അവൻ്റെ ആദ്യ കമൻ്റ് ഇതായിരുന്നു: ഉപ്പച്ചി ടീച്ചർ വിളിച്ചിരുന്നു. ഉപ്പച്ചി ടീച്ചർ വിളിച്ചിരുന്നു. ടീച്ചർ ഇപ്പോൾ അക്ഷരമൊക്കെ കുറച്ച് വലുതാക്കി എഴുതുന്നുണ്ട്. ടീച്ചർ ഇപ്പോൾ അക്ഷരമൊക്കെ ഇത്തിരി വലുതാക്കി എഴുതുന്നുണ്ട്. അക്ഷരം നേരത്തെയും അവിടെ ഉണ്ടായിരുന്നു. ടീച്ചർ കൃത്യമായി എഴുതേണ്ടത് എഴുതിയിരുന്നു. പക്ഷേ അവന് കാണേണ്ടത് കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. ഈ ഒരു സ്ഥിതിവിശേഷം വ്യക്തി എന്ന നിലക്ക് പല കാരണങ്ങളാൽ നമുക്കുണ്ടാകും. ചില വസ്തുക്കൾ ചില സ്ഥലത്ത് നമ്മളിങ്ങനെ തിരയും. കൺമുന്നിൽ അത് കിടക്കുന്നുണ്ടാകും, പക്ഷേ നമ്മളെങ്ങനെ നോക്കിയാലും അത് കാണില്ല. വീട്ടിലുള്ളവരോട് മുഴുവൻ ബഹളമൊക്കെ ഉണ്ടാക്കി കച്ചറയാക്കിയതിൻ്റെ ശേഷം ഭാര്യ വന്നിട്ട് സിമ്പിളായി ബെഡിൽ നിന്ന് എടുത്തിട്ട് നമ്മളെ കയ്യിൽ തരും. ഞാൻ പറയുന്നത് വ്യക്തി ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു കാര്യം കേവലം കാഴ്ചപ്പുറത്തെ ചില വിഷയങ്ങളിൽ മാത്രമല്ല, ജീവിത വീക്ഷണങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. ജീവിത വീക്ഷണങ്ങളിലും ചില അറിവുകളും ചില ബോധ്യങ്ങളും നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ ചിലത് മനസ്സിലാക്കാനും തിരുത്താനും കഴിയുകയുള്ളൂ.